2024 നിങ്ങളൊരു പൊതുശല്യമായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹൈക്കോടതി അഭിഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിൽ ഒരു രസകരമായ കുറച്ച് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. കേട്ടാൽ വളരെ രസകരവും എന്നാൽ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിങ്ങളൊരു പൊതുശല്യമാണോ? പൊതുവിടങ്ങൾ ഏതുമാകട്ടെ, ബസ്, ട്രെയിന്, ആശുപത്രി, റെസ്റ്റോറൻറ്റ്, ആരാധനാലയം, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, അവിടെ എത്തുന്ന മനുഷ്യർക്ക് അനാവശ്യ ശബ്ദങ്ങളില്ലാതെയും ശബ്ദശല്യം ഇല്ലാതെയും ആ പൊതുവിടം അനുഭവിക്കാനുള്ള അവകാശമുണ്ട്. ശബ്ദശല്യം ഉണ്ടാക്കുന്നത് പല വിധത്തിലാണ്. വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ചാണ് ഏറ്റവും കൂടുതൽ. അവരവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് മറ്റുള്ളവർക്ക് കൂടി കേൾക്കത്തക്ക തരത്തിൽ ഉറക്കെ വെക്കലാണ് സ്ഥിരം രീതി. മൊബൈൽ ഫോണും ഇന്റർനെറ്റും വ്യാപകമായതോടെ 5 മിനിറ്റ് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ